നൂറുകണക്കിന് ആൾക്കാർ ഈ പാർട്ടിയുമായി, പതിനായിരക്കണക്കിന് ആൾക്കാർ കമ്മിറ്റഡായി നമ്മുടെ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതിനകത്ത് സന്ദീപ് വാര്യരെന്നോ വേറൊരു വ്യക്തിക്കോ പ്രസക്തിയില്ല. 23-ന്റെ റിസൾട്ട് BJPക്ക് അനുകൂലമായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിലാണ് പാലക്കാടുള്ള സംഘപരിവാർ പ്രവർത്തകർ എല്ലാവരും. നമസ്കാരം. പാലക്കാട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ തരത്തിൽ ഒരു അഭിമാന പ്രശ്നമായിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. ഇതിനിടയിൽ BJPയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള സന്ദീപ് വാര്യർ വരെ BJP വിട്ട് കോൺഗ്രസിൽ ചേരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ സംഘപരിവാറിന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് പാലക്കാട് വിജയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ ഈ സമയത്ത് പാലക്കാടുള്ള BJPയുടെ സാധാരണ പ്രവർത്തകരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് ചോദിക്കാം. എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഏതെല്ലാം തരത്തിൽ വിജയം കാണാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്നുള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, സന്ദീപ് വാര്യർ ഇപ്പോൾ പാർട്ടി വിട്ട് പോയിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിൽ ഇനി BJPക്ക് ഈ വിഷയങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും? സന്ദീപ് വാര്യർ BJP വിട്ടുപോയതും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിനൊന്നും യാതൊരു കാരണവശാലും ബാധിക്കില്ല. കാരണം സന്ദീപ് വാര്യരെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഈ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് സന്ദീപ് വാര്യർ പോയെന്ന് വെച്ചുകൊണ്ട് BJPക്ക് ഒന്നും സംഭവിക്കാനില്ല. നമുക്ക് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടും ഈ പ്രസ്ഥാനത്തിന്റെ ആശയത്തെക്കുറിച്ച് മനസ്സിലാവാത്തത് കൊണ്ടുമാണ് കേരളത്തിലെ ചില മാധ്യമങ്ങളും കേരളത്തിലെ തന്നെ ഇടത് വലത് മുന്നണികളുടെ പ്രവർത്തകന്മാരും അത്തരത്തിൽ സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്ക് ഇന്ന് രാവിലെ, ഇന്നത്തെ ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയായിരുന്നു. ഞാൻ രാവിലെ മുതൽ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ ബൂത്തുകളിൽ നമ്മുടെയൊക്കെ ആൾക്കാരെ കാണാൻ വേണ്ടി പോയതാണ്. ഞങ്ങളോടൊപ്പം തന്നെ ഏകദേശം 70-80 വയസ്സായ മോഹൻഗാന്ധി ചേട്ടനെ പോലുള്ള, അല്ലെങ്കിൽ പ്രായം ചെന്ന 70-80 വയസ്സായ തലമുടിയൊക്കെ നരച്ച ഒരുപാട് പ്രവർത്തകന്മാർ ആശയത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് വോട്ട് പിടിച്ച് ഇവിടുത്തെ സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ്. നമുക്ക് സന്ദീപ് വാര്യരെന്നോ അല്ലെങ്കിൽ കെ സുരേന്ദ്രനെന്നോ അല്ലെങ്കിൽ വി മുരളീധരൻ എന്നുള്ള പേരിനല്ല പ്രസക്തി. ഈ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ, ഈ ആശയത്തിൽ പ്രവർത്തിച്ചു വന്നുകൊണ്ട് ഏകദേശം 209ഓളം ബലിദാനികൾ നഷ്ടപ്പെട്ട ഈ പാർട്ടിയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള ഈ പ്രസ്ഥാനത്തിൽ സന്ദീപ് വാര്യർ പോയത് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. പാലക്കാട് വിജയം ഉറപ്പിച്ച് തന്നെയാണ് BJPയുടെ പ്രവർത്തനം. 100% BJP പ്രവർത്തിച്ച BJPയുടെ പ്രവർത്തകന്മാർ, സംഘപരിവാർ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ, ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അഭിമാനകരമായ ഏറ്റവും വലിയ ഒരു പോരാട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ട് 100%വും 23-ാം തീയതിയുള്ള റിസൾട്ട് BJPക്ക് അനുകൂലമാകും, NDAക്ക് അനുകൂലമാകും. അതിന് യാതൊരു തർക്കവും വേണ്ട. അതിന് അരയും തലയും മുറക്കി സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ കഴിഞ്ഞ മാസങ്ങളായി ഈ പാലക്കാട് പ്രവർത്തിക്കുകയാണ്. പാലക്കാടിന്റെ ചരിത്രമറിയാത്ത, പാലക്കാടിന്റെ മുനിസിപ്പാലിറ്റിയെയും പാലക്കാടിന്റെ ഗ്രാമപ്രദേശങ്ങളെയും പഞ്ചായത്തുകളെയും കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാത്ത ആൾക്കാരായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പൊതുരംഗത്ത് നിൽക്കുന്ന നേതാക്കന്മാരും ചില മാധ്യമങ്ങളും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് സന്ദീപ് വാര്യർ പോയതും ഒക്കെ BJP ബാധിക്കുന്നതാണ്. ഒരിക്കലും ബാധിക്കില്ല, ഒരു കാരണവശാലും ബാധിക്കില്ല. നൂറുകണക്കിന് ആൾക്കാർ ഈ പാർട്ടിയുമായി, പതിനായിരക്കണക്കിന് ആൾക്കാർ കമ്മിറ്റഡായി നമ്മുടെ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതിനകത്ത് സന്ദീപ് വാര്യരെന്നോ വേറൊരു വ്യക്തിക്കോ പ്രസക്തിയില്ല. 23-ന്റെ റിസൾട്ട് BJPക്ക് അനുകൂലമായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിലാണ് പാലക്കാടുള്ള സംഘപരിവാർ പ്രവർത്തകർ എല്ലാവരും. ചേട്ടിപ്പോ SDP പരസ്യമായിട്ട് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർ സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിട്ടില്ല. UDFന് വേണ്ടിയിട്ട് SDP പ്രവർത്തകർ BJPക്ക് സ്വാധീനമുള്ള മേഖലയിൽ വന്നുകൊണ്ട് വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ UDFന് അനുകൂലമാകുന്നുണ്ടോ? അല്ല, ഇത് കേരളത്തിലെ മതനിരപേക്ഷത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ മത തീവ്രവാദ സംഘടനയായിട്ടുള്ള, ഏറ്റവും വലിയ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പോപ്പുലർ ഫ്രണ്ട്, ആ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പതിപ്പായിട്ടുള്ള SDPI, പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്തെ നരേന്ദ്രമോദി നിരോധിച്ചു. സർക്കാർ നിരോധിച്ചതിന് ശേഷവും അതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ SDPIയുടെ പൂർണ്ണ പിന്തുണ കേരളത്തിൽ കോൺഗ്രസിന് ഈ പാലക്കാട് കൊടുക്കുമ്പോൾ, ഈ പാലക്കാടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോ ഈ തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കോൺഗ്രസോ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടുമോ തയ്യാറായിട്ടില്ല. നോക്കൂ, അതിലൊന്നും വളരെ വ്യക്തമാണ്. മതനിരപേക്ഷതയും പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വോട്ട് ചോദിക്കുന്ന കോൺഗ്രസ് ഏറ്റവും വലിയ വർഗീയ കക്ഷികളെ കൂട്ടിച്ചേർന്നുകൊണ്ടാണ് ഇവിടെ വോട്ട് ചോദിക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്, ഈ പാലക്കാടിന്റെ പല ടൗണുകളിലും SDPI നോട്ടീസ് വിതരണം നടത്തുകയാണ്. എന്താ അവർ നോട്ടീസ് വിതരണം നടത്തുന്നത്? തൃശ്ശൂർ ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും ഒരുമിക്കണം എന്നുള്ളതാണ്. നോക്കൂ, ഇവിടുത്തെ മതനിരപേക്ഷത ഉണ്ടെന്ന് പറയുന്ന ഈ കോൺഗ്രസ്സുകാർ ഈ കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയ്ക്ക് പിന്തുണ കൊടുക്കുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയാണ്. അവരുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ പോലുള്ള ആർജവം ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ ഇല്ല. അതുകൊണ്ട് ഞങ്ങളെ ഒന്നും ഇത് ബാധിക്കില്ല. ഈ പാലക്കാടിന്റെ ജനത ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും മനസ്സിലാക്കുന്ന നന്നായിരിക്കും. തൃശ്ശൂർ BJP ജയിച്ചിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അവർ പ്രചരിപ്പിക്കുന്നത്.
അല്ല, തൃശ്ശൂർ BJP ജയിച്ചത് കൊണ്ട് എന്താ? ആ തൃശ്ശൂർ ജയിക്കുമ്പോൾ അവിടുത്തെ വരുന്ന ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഏകദേശം 70,000-ന് പുറത്തുള്ള വോട്ടുകൾ വാങ്ങിയിട്ടാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി ജയിക്കുന്നത്. സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പെട്ടി പൊട്ടിച്ച് എണ്ണുന്നതിന് മുമ്പ് വരെയും കേരളത്തിലെ 2 പാർട്ടികളും ഈ കേരളത്തിൽ താമര വിരിയില്ലെന്നും തൃശ്ശൂർ താമര വിരിയാൻ പോകുന്നില്ല എന്നും കേരളത്തിൽ വിരിയാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് ഇവിടെ 2 മുന്നണികളും കേരളത്തിലെ മുഴുവൻ ചാനലുകളിൽ ഇരുന്നതാണ്. നോക്കൂ, കേരളത്തിൽ നല്ല രാജ്യത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തൃശ്ശൂർ പോലുള്ള മണ്ഡലത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 70,000 വോട്ടുകൾക്ക് അവിടെ സുരേഷ് ഗോപി ജയിച്ചെങ്കിൽ അവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടും BJP നരേന്ദ്രമോദിയുടെ സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഈ കേരളത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഈ തൃശ്ശൂർ നമുക്ക് MP ഉണ്ടായത്. അതിലൂടെ ഈ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ്. അതുപോലെ തന്നെയാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഈ പാലക്കാട് കൊണ്ടുവരാൻ BJPക്ക് ഒരു അവസരം ഈ പാലക്കാട് ജനം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നോക്കൂ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 2026 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനത BJPക്ക് അനുകൂലമായി ചിന്തിക്കാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കും, ഏറ്റവും വലിയ തെളിവായിരിക്കും ഈ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്. 2 മുന്നണികളെയും കേരളത്തിലെ ജനത മറന്നിരിക്കുന്നു, വെറുത്തിരിക്കുന്നു. വഖഫ് നിയമം അനുസരിച്ചായാലും പല നിയമങ്ങൾ ഏകപക്ഷീയമായി അവർ ഒരുമിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കുമ്പോൾ പോലും കേരളത്തിലെ ജനത മൂന്നാമതൊരു ശക്തിയായി, മൂന്നാമതൊരു പാർട്ടിയെ കേരളത്തിലെ ജനത പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ കേരളത്തിലെ ജനത പാലക്കാടിലൂടെ നിർവഹിക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പറയാനുള്ളത്. 2 മുന്നണികളും 23-ാം തീയതി അതിസാഹസികമായി അവർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ അടി കിട്ടുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരിക്കും BJPയുടെ വിജയം. കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് 2ാമത്തെ താമരയായി പാലക്കാടുകാരനായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ കടന്നു വരും. ഇത് BJPയുടെയും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും വലിയ മാറ്റമായിരിക്കും. അവസാനമായിട്ട് മുസ്ലിം ജനസംഖ്യ വലിയ തരത്തിൽ കൂടുതലുള്ള പിരായിരി പോലെയുള്ള ഒരു പഞ്ചായത്ത്, അവിടെ കഴിഞ്ഞ വട്ടം കോൺഗ്രസിന് വലിയ ഒരു ലീഡ് ലഭിച്ചിരുന്നു. ഈ വട്ടം അതേ ഒരു സാഹചര്യം ആ ഒരു പഞ്ചായത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ BJPയുടെ വിജയത്തെ ബാധിക്കും? ഇല്ലില്ല, ഞങ്ങളെ സംബന്ധിച്ച് BJPയുടെ വിജയത്തെ പിരായിരിയിലോ അല്ലെങ്കിൽ മാത്തൂരോ ഇവിടെയൊക്കെ എങ്ങനെ കോൺഗ്രസും CPM-ഉം എത്ര അഡ്ജസ്റ്റ്മെന്റ് കളിച്ചാലും ഇപ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ BJP ബാധിക്കില്ല. കാരണം കേരളത്തിലെ ജനതയ്ക്ക്, ഈ പാലക്കാടൻ ജനതയ്ക്ക് കൃത്യമായി വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ട് ശ്രീ കൃഷ്ണകുമാർ ജയിക്കണം? 3 സ്ഥാനാർത്ഥികളിൽ പാലക്കാടുകാരനായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ ജയിച്ചാൽ മാത്രമേ പാലക്കാടിന്റെ വികസനം ഉണ്ടാവൂ. നോക്കൂ, കേരളത്തിൽ ഒരു MLA ആയിട്ട് ശ്രീ കൃഷ്ണകുമാർ വന്നാൽ രാജ്യത്തെ നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന വികസന കാഴ്ചപ്പാടുള്ള പദ്ധതികൾ ഈ പാലക്കാട് നടപ്പിലാക്കാൻ ശ്രീ കൃഷ്ണകുമാറിന് കഴിയും. കാരണം ഞങ്ങൾക്ക് നിയമസഭയിൽ കിട്ടുന്ന ഒരു MLA ആണ്. ആ MLAയുടെ വികസനം വെച്ചിട്ട് ഈ കേരളത്തെ ചർച്ച ചെയ്യാൻ വേണ്ടി വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ നമ്മുടെ പാലക്കാടിന്റെ വികസനമാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ രീതിക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, കാഴ്ചപ്പാടുള്ള ജനതയുള്ള ഒരു നമ്മുടെ അസംബ്ലി മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് SDPIയോ പോപ്പുലർ ഫ്രണ്ടിനെയും കൈകോർത്ത് പിടിച്ചുകൊണ്ടോ CPM കോൺഗ്രസുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ടോ ഞങ്ങൾക്ക് പരാജയം സംഭവിക്കില്ല. ഈ പാലക്കാട് ജനത ഉറപ്പിച്ചു കഴിഞ്ഞു ശ്രീ കൃഷ്ണകുമാറിന്റെ വിജയം. 23-ാം തീയതി വലിയ റിസൾട്ട് ആയിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്.